മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് മഞ്ജു പിള്ള. എപ്പോഴും മഞ്ജു പിള്ളയെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ മകൾ ദയയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്നു. ദയയെ വളരെ മോശമായിട്ടാണ് മഞ്ജു പിള്ള വളർത്തുന്നത്. എത്തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും സഹിക്കാനാകാതെ ഇപ്പോൾ മലയാളി പ്രേക്ഷകർ തന്നെയാണ് എന്തിനാണ് ദയയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദയയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്കൊക്കെ എന്ത് അവകാശമാണ് ഉള്ളത്? നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്? ആ പെൺകുട്ടി അവരുടെ ജീവിതം നോക്കി ജീവിക്കുകയല്ലേ? സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ലേ? എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ സംസാരിക്കുന്ന പോലെയായി പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമുള്ള ഒരു വാർത്തയായും അത് മാറുന്നുണ്ട്. ആരാധകർ തന്നെ അതിനെക്കുറിച്ച് തന്നെ ശേഷം വളരെയധികം തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്ന പോലെ തന്നെയായി തോന്നുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന ദയയോട് ഇനി ഇങ്ങനെയൊന്നും പെരുമാറരുതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെയാണ് സംസാരിക്കുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ വാർത്തയോടൊപ്പം തന്നെ ഇത് കേൾക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും ആരാധകർ ഇപ്പോൾ ഇവരുടെ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികമാണ് എന്ന് ലഭിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നു. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. ദയ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും പേരിലല്ലാതെ സ്വന്തം പേരെന്ന് അറിയപ്പെടുമോ എന്ന് നോക്കിയിരിക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും അങ്ങനെ വിഷമിപ്പിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഓരോ തവണയും ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുന്നുണ്ട് എല്ലാവരും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദയയ്ക്ക് കൂടെ പിന്തുണയ്ക്കുകയാണ്. മഞ്ജുപിള്ള മകളെ നന്നായി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കെന്താ? മകളെ നന്നായി നോക്കാൻ അവർക്കറിയാം. മകളെ ഇത്രയും വലുതാക്കിയല്ലോ, ഇപ്പോഴല്ലേ നിങ്ങൾ ദയയെക്കുറിച്ച് കാണുന്നത്? പ്രായപൂർത്തിയായതിനു ശേഷം സ്വന്തമായി സോഷ്യൽ മീഡിയ എടുത്തതിന് ശേഷമല്ലേ ദയ നിങ്ങൾക്ക് അറിയാവുന്നത്? അല്ലെങ്കിൽ അതിനു മുൻപ് ദയാ സുജിത്ത് ആരെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? സുജിത്തും മഞ്ജുപിള്ളയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അത്രയും കൃത്യമായി എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് മഞ്ജുപിള്ള. എന്നിട്ട് മഞ്ജുപിള്ളയെ പറയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രേക്ഷകർക്ക് തീരെയില്ല. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തയോടൊപ്പം തന്നെ വളരെയധികം സൂചനകളും ലഭിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ ദയോടൊപ്പം നിൽക്കുന്നു എന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.